നമ്മൾ പോകുന്നത് ശബരിമലയിലെ വിശേഷങ്ങളിലേക്കാണ്. ശബരിമലയിൽ ഇന്ന് ഭക്തജന തിരക്ക് കൂടി എന്നുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. ഇന്നലെ 96,417 പേരാണ് മല ചവിട്ടിയത്. ഇന്ന് രാവിലെ മുതൽ ഓരോ മണിക്കൂറിലും 4,500ഓളം തീർത്ഥാടകരാണ് സന്നിധാനത്തെത്തുന്നത്. അതേസമയം മണ്ഡലമാസ തീർത്ഥാടനം ആദ്യ 16 ദിവസം പൂർത്തിയായപ്പോൾ ആകെ എത്തിയ തീർത്ഥാടകരുടെ എണ്ണം 13.5 ലക്ഷമായി. കൂടുതൽ വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്നും സജീവ് സി വാര്യർ ചേരുന്നുണ്ട്. സജീവ്, ഗുഡ് മോർണിംഗ്. ഇന്ന് തിരക്ക് എങ്ങനെയുണ്ട്? കഴിഞ്ഞ 2 ദിവസങ്ങളായി വലിയ തിരക്കൊന്നും സന്നിധാനത്ത് അനുഭവപ്പെട്ടിരുന്നില്ല. ഇന്ന് വലിയ തരത്തിലുള്ള തിരക്കുണ്ടോ? അനുശ്രീ, ഗുഡ് മോർണിംഗ്. ഇന്ന് തിരക്കേറിയൊരു പ്രഭാതമാണ്. സന്നിധാനത്ത് പ്രശാന്തമായ പ്രഭാതമാണ് എങ്കിലും തിരക്കുണ്ട്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായത്. 2 ദിവസം ഒഴിഞ്ഞു നിന്ന ഭക്തജന തിരക്കിൽ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് വർധനവുണ്ടാകുന്നത്. അതിനുശേഷം ഇന്നലെ 96,000-ലേറെ പേരാണ് എത്തിയത്. സാധാരണ നമ്മൾക്ക് അറിയാം 70,000-ൽ പരം പേരാണ് തീർത്ഥാടകരാണ് 70,000-ൽ പരം തീർത്ഥാടകരാണ് എത്തുന്നത്. 70,000 തീർത്ഥാടകർക്കാണ് വെർച്വൽ ക്യൂ വഴി വരാൻ സാധിക്കുക. അതോടൊപ്പം അവർക്ക് 5,000 പേർക്കാണ് സ്പോട്ട് ബുക്കിംഗ് ലഭിക്കുന്നത്. ഈ തരത്തിലുള്ള സംവിധാനം വഴി എത്തേണ്ടത് 75,000 പേരാണ്. എന്നാൽ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് 96,000-ൽ പരം പേരാണ് എന്ന് നമുക്ക് അറിയാം. വരും ദിവസങ്ങളിലും തിരക്ക് വർദ്ധിക്കാനാണ് സാധ്യത. തീർത്ഥാടകർക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ദേവസ്വം ബോർഡെല്ലാം വ്യക്തമാക്കുന്നത്. തീർത്ഥാടകരും അത് ശരിവെക്കുന്നുണ്ട്. സ്വാമി ശരണം. എങ്ങനെയാണ് തീർത്ഥാടനം? എങ്ങനെയുണ്ട് നിങ്ങളുടെ വീട്ടിലുള്ളവരും? പുലിമേട് വഴിയായിരുന്നു. കുറച്ച് ദുർഘടം പിടിച്ച വഴി തന്നെയാണ്. എന്നാലും നമ്മൾ അയ്യനെ കണ്ട് തൃപ്തിയിലാണ്. എന്നാലും ഒരുപാട് തിരക്കുണ്ട് ഇവിടെ. നിയന്ത്രണാതീതമാണ്. സൗകര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ്. പിന്നെ എന്നാലും നമ്മുടെ ഒരു ഭക്തിയിൽ ഇവിടെ വന്ന് തൊഴുതു പോവാന്നുള്ള ഒരു കാര്യമാണ്. കോഴിക്കോട്, പാലക്കാട് കോങ്ങാട് നിന്നാണ്. അവിടുന്ന് പുലിമേട് വഴി വരുമ്പോ സൗകര്യങ്ങളുണ്ടോ? അതായത് ഭക്ഷണമൊന്നുമില്ല, വെള്ളം. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയൊക്കെ കാണാറുണ്ടോ? ഫോറസ്റ്റ് ആനയൊക്കെ ഉണ്ടായിരുന്നു. ഒരു 10ഓളം ആനയും കുട്ടികളെയൊക്കെ കണ്ടു. നമ്മള് കുറച്ച് ദൂരെ നിന്നാണ് കണ്ടത്. നല്ല റൂട്ടൊക്കെ തന്നെ ആയിരുന്നു. എത്രാമത്തെ വർഷമാണ് വരുന്നത്? 24ാമത്തെ വർഷമാണ്. നന്നായിരുന്നു, നല്ല ദർശനമായിരുന്നു. 2-3 വട്ടമൊക്കെ തൊഴുതു. നല്ല ദർശനമാണ്, കുഴപ്പമൊന്നുമില്ല. പുൽമേട് വഴിയാവുന്നത് കഴിഞ്ഞ കൊല്ലക്കാട്ടിലും അത്യാവശ്യ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. நல்லா இருக்கு சாமி. ஃப்ரீயா இருக்குது. இன்னைக்கு ஃப்ரீயா இருக்கு. நல்லா இருக்கு சாமி. தர்ஷனம் நல்லா இருக்கு. இந்த வழி வழி ஜெர்மனி நல்லா இருக்கு சாமி. ஃப்ரீயா இருக்கு சாமி. தண்ணியெல்லாம் கிடைச்சிருக்கா? கிடைச்சிருக்கு சார். തീർത്ഥാടകർക്ക് വേണ്ട അത്യാവശ്യം സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നാണ് ചിലർ പരാതി പറയുന്നുണ്ടെങ്കിൽ പോലും കൂടുതലും സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്, സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇത്തവണ 92 കോടിയാണ് ഇത്തവണ ആദ്യത്തെ 15 ദിവസത്തെ വരുമാനത്തിൽ വലിയ തോതിൽ വർധനമുണ്ടായിട്ടുണ്ട്. ഇതേ കാലയളവിൽ കഴിഞ്ഞ വർഷം 66 കോടിയാണ് വരുമാനം ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് വലിയ തോതിൽ മാറ്റമുണ്ടായി. അരവണ വിൽപ്പനയിലും അതുപോലെ നടവരവിലുമെല്ലാം തന്നെ വലിയ തോതിലുള്ള വഴിപാട്ടിലുമെല്ലാം തന്നെ വലിയ തോതിലുള്ള വർധനവുണ്ടായിട്ടുണ്ട്. തീർത്ഥാടകരുടെ എണ്ണത്തിലും വർധനവുണ്ടാകുന്നു എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അനുശ്രീ. ശരി, സജീവ് സി വാര്യരാണ് വിവരങ്ങൾ നൽകിയത്.